ഭാഗം 1. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ ഇടുക്കിയിലേക്കുള്ള യാത്രയാണ് ഈ വിവരണം. പൈനാവാണ് ഇടുക്കി ജില്ലയുടെ ആസ്ഥാന കേന്ദ്രം. മഹേഷിൻ്റെ പ്രതികാരം കണ്ട് ഇടുക്കി കാണാനുള്ള ആഗ്രഹം തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു യാത്ര തീരുമാനിച്ചത്. ആദ്യം പാലക്കാടായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. പിന്നീട് ആദ്യത്തെ ട്രൈബൽ പഞ്ചായത്തായിട്ടുള്ള ഇടമലക്കുടി 2010 ഇടുക്കിയോട് യോജിപ്പിച്ചതോടുകൂടിയാണ് ഇടുക്കി ഏറ്റവും വലിയ ജില്ലയായി മാറുന്നത്. ഇടുക്കി നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കേന്ദ്രം മാത്രമല്ല, കേരളത്തിൻ്റെ 66% വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെയുള്ള ജലവൈദ്യുതി പദ്ധതികൾ വഴിയാണ്. 20 ഡാമുകളുള്ള ഒരു ജില്ലയാണ് ഇടുക്കി. പെരിയാർ, പമ്പ എന്നിവയാണ് പ്രധാനപ്പെട്ട നദികൾ. ഏറ്റവും വലിയ ജില്ലയാണെങ്കിലും ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള ജില്ല എന്ന പ്രത്യേകത കൂടി ഇടുക്കിക്കുണ്ട്. ഞങ്ങൾ ഒറ്റപ്പാലത്ത് നിന്നും അങ്കമാലി പെരുമ്പാവൂർ വഴി നേര്യമംഗലത്തെത്തി. നേര്യമംഗലം പാലം കടന്ന് ഞങ്ങൾ ഹൈറേഞ്ച് കയറി തുടങ്ങി. ആദ്യത്തെ ഹെയർപിൻ വളവിൽ നമുക്ക് റാണിക്കല്ല് എന്ന സ്തൂപം കാണാൻ കഴിയും. റാണിക്കല്ല് ഹൈറേഞ്ചിലേക്കുള്ള റോഡ് പണി ആരംഭിച്ചതിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയുള്ള ഒരു സ്തൂപമാണ്. മലയാള വർഷം 1103 ഹൈറേഞ്ചിലേക്കുള്ള റോഡ് പണി ആരംഭിക്കുന്നത്. മലയാള വർഷം 1106 പണി പൂർത്തിയായത് എന്ന സ്തൂപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്ന് അവിടെ പ്രവർത്തിച്ച ചീഫ് എഞ്ചിനീയർമാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും ഹൈറേഞ്ച് കയറി കഴിഞ്ഞാൽ അടിമാലി എത്തും. അടിമാലി എത്തുന്നതിന് മുന്നേ ഒരു സ്ഥലത്ത് വെച്ച് നല്ലൊരു കാഴ്ച കിട്ടി. ഒരുപാട് മലകൾ ഒരുമിച്ച് വെച്ച പോലെ മല മാത്രമുള്ള ലോകം കാണുന്നത് ഒരു അനുഭവമായിരുന്നു. ഹിമാലയം സംസ്ഥാനങ്ങളെ നമുക്ക് അങ്ങനെ മലകളുടെ ലോകം കാണാൻ കഴിയും. എന്നാൽ കേരളത്തിൽ ഒരു മലകളുടെ ലോകം നമുക്ക് കാണാൻ ഇടുക്കിയിൽ പോയാൽ മതി. അവിടെയുള്ളൊരു ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ള ഒരു ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിരുന്നു. ആ കടയിൽ നിൽക്കുന്ന പെൺകുട്ടിയോട് ചോദിച്ചു, മഴ സമയത്ത് ചായക്കട നടത്തുവാൻ പറ്റുമോ എന്ന്. നടത്തുവാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, വെള്ളം വന്നുകൊണ്ടേയിരിക്കും. ആ സമയത്ത് ഞങ്ങൾ ചായക്കട തുറക്കാറില്ല എന്ന് പറഞ്ഞു. നല്ല രുചിയുള്ള ചായയായിരുന്നു. രുചിയെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അത് സൂര്യനെല്ലി ചായപ്പൊടിയാണത്രേ. ഉടുമ്പൻചോല താലൂക്കിൽപ്പെട്ടതാണ് സൂര്യനെല്ലി, മൂന്നാറിന് മുകളിൽ. അവിടെ കുറച്ചുകൂടി രുചിയുള്ള ചായപ്പൊടിയാണ് എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അവരുടെ സ്വന്തം തോട്ടത്തിലെ ഏലക്കായ പൊടിച്ചതും ചേർത്താണ് ചായ ഉണ്ടാക്കുന്നത്. വീണ്ടും യാത്ര തുടർന്നു. അടിമാലി എത്തി. അടിമാലി ഒരു പരന്ന പ്രദേശമാണ്. 2 ചെറിയ മലകളുടെ ഇടയിലുള്ള ഒരു പരന്ന ഭൂഭാഗം. വീണ്ടും യാത്ര തുടർന്ന് പള്ളിവാസലെത്തി. അവിടെ നിന്നും ചായത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങി. വീണ്ടും മുന്നോട്ട് പോയപ്പോൾ മൂന്നാർ പഞ്ചായത്തിലേക്ക് സ്വാഗതം എന്ന ബോർഡ് കണ്ടു. പോകുന്ന വഴിയിൽ മൂന്നാറിലെ മുതിരപ്പുഴയാർ പുഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹൈഡൽ ഇലക്ട്രിക് പ്രൊജക്ട് പാർക്ക് കണ്ടു. ഈ ഭാഗത്ത് വെച്ചിട്ട് മുതിരപ്പുഴയാർ 2 തിരിയുകയും വീണ്ടും വന്ന് മുട്ടുകയും ചെയ്യും. ആ തിട്ടയിലാണ് പ്രൊജക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനാൽ നമുക്ക് പുഴയുടെ തീരത്ത് കൂടി ഈ പാർക്കിൻ്റെ 4 പുറവും നടക്കാം. ചെറിയ കുളവും പൂക്കളും പൂക്കളുടെ അറേഞ്ച്മെൻറ്റ്സും നല്ല ഭംഗിയുള്ള കാഴ്ചയാണിത്. കേരളത്തിൽ തന്നെയാണോ ഇതൊക്കെ എന്ന് എനിക്ക് സംശയം തോന്നി. വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോയി മൂന്നാർ ടൗണിലെത്തി. ഇടുക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് മൂന്നാർ. ഇടുക്കിയിലെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും പോകുന്നത് മൂന്നാർ വഴിയാണ്. മലകളുടെ ഇടയ്ക്ക് തോട് എന്നാണ് ഇടുക്കി എന്ന വാക്ക് വരാനുള്ള ഒരു കാരണം. തമിഴ് മലയാളി സംസ്കാരത്തിൻ്റെ ഒരു സങ്കലനമാണ് നമുക്ക് മൂന്നാറിൽ കാണാൻ കഴിയുക. ഒരുപാട് കുടിയേറ്റം നടന്നിട്ടുള്ള ഒരു ജില്ലയാണ് ഇടുക്കി. തിരുവിതാംകൂർ കാലഘട്ടത്തിൽ ഒരു സമ്മർ റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു മൂന്നാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചായപ്പൊടി ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. അതിൽ തന്നെ മൂന്നാറിലാണ് ഏറ്റവും കൂടുതൽ ചായപ്പൊടി ഉൽപ്പാദിപ്പിക്കുന്നത്. ചായയ്ക്ക് ഏറ്റവും നല്ല മണ്ണാണ് മൂന്നാറിലേത്. ടൗണിൽ തന്നെയുള്ള സുജാത ഇൻ ഹോട്ടലിലാണ് താമസിക്കാനുള്ള റൂം ബുക്ക് ചെയ്തിരുന്നത്. ബാഗ് അവിടെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ഫ്രഷായി പുറത്തിറങ്ങി.
അങ്ങനെ ഹോട്ടലിൽ നിന്നും ഞങ്ങൾ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ പോയി. 7 മണി കഴിഞ്ഞു അവിടെ എത്തിയപ്പോൾ. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. നല്ല രസമുള്ള കാഴ്ചയായിരുന്നു. ബൊട്ടാണിക്കൽ ഗാർഡനിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടക്കുന്ന സമയമായിരുന്നു. ആ ലൈറ്റിൽ പൂക്കളൊക്കെ തിളങ്ങി നിൽക്കുന്നു. നമ്മൾ ഏതോ ഒരു സ്വർഗത്തിലാണ് നിൽക്കുന്നതെന്ന് തോന്നി. നല്ല ഭംഗി, പറയാതെ വയ്യ. കേരളത്തിലെ ഒരു ടൂറിസം സെൻ്ററാണ് എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത അത്ര മനോഹരം. ചെറിയ കുഞ്ഞു പൂക്കൾ കൂട്ടമായി നിർത്തി വൃത്തിയായി വെട്ടിയൊതുക്കി അതിസുന്ദരമായി ഒരുക്കി വെച്ചിരിക്കുന്നു. ഹൃദയത്തിൻ്റെ ആകൃതിയിൽ ഓർക്കിഡ് പുഷ്പങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ആളുകൾ ഫോട്ടോ എടുത്ത് മതി വരാതെ വീണ്ടും വീണ്ടും എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയുള്ള പാർക്ക് ബെഞ്ചിലിരുന്ന് മൂന്നാറിലെ ഒരു വൈകുന്നേരം ആസ്വദിച്ചു. എനിക്ക് ഒരു അബദ്ധം പറ്റി. 7 മണിക്കായിരുന്നു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടായിരുന്നത്. അത് കാണാൻ പറ്റിയില്ല. അത് കാണാൻ ഞാൻ പിറ്റേ ദിവസം വൈകുന്നേരം വീണ്ടും പോയി. അത് കണ്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമാവുമായിരുന്നു. അത്ര ഗംഭീരമായിട്ടുള്ള പരിപാടി. കാണാൻ വന്ന ആളുകൾ സന്തോഷം കൊണ്ട് തുള്ളി മറിയുകയായിരുന്നു. കേരളത്തിലെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ടൂറിസം പോലീസും ജനറൽ പോലീസും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും കൂടി സഹകരിച്ചിട്ടാണ് മൂന്നാർ ഇത്ര രസകരമാക്കുന്നത്. മൂന്നാർ കേരളത്തിൻ്റെ ഒരു ടൂറിസം മുദ്രയായിട്ടാണ് കണക്കാക്കുന്നത്. ഫേസ് ഓഫ് ടൂറിസം ഇൻ കേരള എന്ന രീതിയിലാണ് കേരള സർക്കാർ മൂന്നാറിനെ കാണുന്നത്. അവിടെ നിന്നും ഇറങ്ങിയ ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി. ആ ഹോട്ടലിൽ നല്ല ഭംഗിയുള്ള ചിത്രങ്ങളുണ്ടായിരുന്നു. വരയാടിൻ്റെ, കുരുമുളക് പറിക്കുന്നതിൻ്റെ, ഏലകൃഷിയുടെ, ചായത്തോട്ടത്തിൻ്റെ എല്ലാം നല്ല ഭംഗിയുള്ള ഫോട്ടോസ്. പണ്ടൊരിക്കൽ ഇതുപോലെ ഭംഗിയുള്ള ഫോട്ടോസ് കൊച്ചിയിൽ കണ്ടിട്ടുണ്ട്. കുരുമുളക് വിൽക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന കൃഷിക്കാരനെയും വാങ്ങുന്ന കച്ചവടക്കാരൻ്റെയും ചിത്രങ്ങൾ. അതിനോട് സാദൃശ്യമുള്ള വരയാണിത്. ഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി. അവിടെ റൂമിൽ ഫാൻ ഉണ്ടായിരുന്നില്ല. അവിടെ ഫാനിൻ്റെ ആവശ്യമില്ല എന്നാണ് ഹോട്ടൽ ജീവനക്കാർ പറയുന്നത്. ഞാൻ നാട്ടിലെ ചൂടിൽ നിന്നും പോയപ്പോൾ ഫാനില്ലാത്ത റൂമിൽ കിടന്നുറങ്ങാൻ പറ്റുമെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല.